മണി എന്ന് പറയുന്ന ഒരു വൈബ്രേഷൻ നമ്മളിലോട്ട് എത്തുന്നത് അത് നമ്മളെ ഇമോഷൻ ബേസ് ചെയ്തിട്ടാണ്. എൻ്റെ കയ്യിൽ 100 രൂപ ഉണ്ട്, ഞാൻ 60 രൂപ സന്തോഷമായിട്ട് സ്പെൻഡ് ചെയ്തു എങ്കിൽ ആ ഫ്ലോ വന്നുകൊണ്ടിരിക്കും. നമുക്ക് കടം തീരണം പറയുമ്പം നമ്മൾ എനർജിക്ക് കൊടുക്കുന്ന വൈബ്രേഷൻ എന്താ? കടം എന്ന് പറയുമ്പോൾ അത് കൂടുതൽ കടം നമുക്ക് കൊണ്ട് എത്തുന്നു. ഇപ്പം മുട്ടുവേദന, ഫോർ എക്സാമ്പിൾ മുട്ടുവേദന എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും എന്തായാലും മാറൂല. ഈ മുട്ടുവേദന വന്നതിനൊരു റീസൺ ഉണ്ട്. ഈ ജോയിൻറ്റ് പെയിൻസ് വന്ന് നമ്മൾ ഇമോഷണൽ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ റേക്കി ഹീലിംഗ് ചെയ്യുന്നതിലൂടെ, റേക്കി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ പണം സമ്പാദിക്കാൻ സാധിക്കും. മണി വൈബ്രേഷൻ എന്ന് പറയുന്നത് എൻ്റർലി ഡിഫറെൻറ്റാണ്. ഇപ്പം മണി എന്ന് പറയുന്ന ഒരു വൈബ്രേഷൻ നമ്മളിലോട്ട് എത്തുന്നത് അത് നമ്മളെ ഇമോഷൻ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം നമ്മളുടെ ഒരു ആവശ്യം, നമുക്കൊരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ബിരിയാണി കഴിക്കണം എന്നുള്ളൊരാവശ്യം, നമ്മൾ അതിൽ 100 രൂപ ഉണ്ട്. ആ സമയത്ത് നമ്മൾ വിചാരിക്കും അതിനെ നമ്മൾ കളയണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പം എനർജി വിചാരിക്കുന്നത് ഓക്കെ അത് കൺട്രോൾ ചെയ്യാനറിയാം, വേണമെന്ന് ആവശ്യമില്ല എന്ന്. അപ്പം സ്കാർസിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. അല്ല, എൻ്റെ കയ്യിൽ 100 രൂപ ഉണ്ട്, ഞാൻ 60 രൂപ സന്തോഷമായിട്ട് സ്പെൻഡ് ചെയ്തു എങ്കിൽ ആ ഫ്ലോ വന്നുകൊണ്ടിരിക്കും. നമുക്ക് നമ്മളുടെ ഇമോഷൻസ് തീർക്കാനുള്ള ഒരു കാര്യമാണ് മണി വൈബ്രേഷൻ എന്ന് പറയുന്നത്. ആ വൈബ്രേഷൻ ഒരു ഫ്ലോ ആണ്. എപ്പോൾ നമ്മൾ ഇമോഷൻ ബ്ലോക്ക് ചെയ്യുന്നോ അപ്പോൾ ആ വൈബ്രേഷൻ അവിടെ വെച്ച് നിൽക്കും. നമ്മൾ ഈ പറഞ്ഞ മാതിരി കടം തീരണം പറയുമ്പം നമ്മൾ എനർജിക്ക് കൊടുക്കുന്ന വൈബ്രേഷൻ എന്താ? കടം എന്ന് പറയുമ്പോൾ അത് കൂടുതൽ കടം നമുക്ക് കൊണ്ട് എത്തുന്നു. അല്ല, എനിക്ക് അബൻഡൻസ് വേണം. അബൻഡൻസ് ഇൻ ദ സെൻസ് മണിയിൽ മാത്രമല്ല, എല്ലാ രീതിയിലും അബൻഡൻസ്, ഹെൽത്ത്, വെൽത്ത്, ഇൻകം എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കൊണ്ടെത്തി തരും. ഈ ചിലവർക്ക് ഇല്ലാതെ പോകുന്നതും ചിലവർക്ക് കൂടുതലാവുന്നതും നമ്മളാണ് അങ്ങോട്ട് തോട്ടിടുന്നത്, നമ്മളാണ് അതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതും. നമുക്ക് അല്ല, ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ആണെങ്കിൽ മണിക്കും കോൺഫിഡൻറ്റ് ഞാനില്ലെങ്കിലും ഇവർ ജീവിച്ചു പോയിക്കോളും. അല്ല, ഇതില്ലാണ്ട് എനിക്ക് പറ്റില്ല എന്ന് ആ ഒരു സ്നേഹമുണ്ട്. അഹങ്കാരത്തോടു കൂടിയല്ല, ആ ഒരു വൈബ്രേഷൻ അത്രയും ലവബിൾ ആവുന്നു. ആ സമയത്താണ് നമ്മളിലേക്ക് മണീൻ്റെ ഇൻകം കൂടുന്നത്. അത് നമ്മൾ നല്ല രീതിയിൽ അതിനെ നമ്മൾ സ്നേഹിച്ചാൽ അതും നമ്മളെ സ്നേഹിക്കും. നമ്മളെ ഇമോഷൻസിനനുസരിച്ച് ഇപ്പം എനിക്ക് വലിയ കാറ് വാങ്ങണം, നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നില്ലേ, എനിക്ക് വലിയ കാറ് വേണം. ചിലപ്പം അതിന് നമ്മളടുത്തൊരു 10 രൂപ പോലും ബാങ്കിൽ ബാലൻസ് ഇല്ല, പക്ഷെ ആഗ്രഹിക്കാം അത് കാറ് വേണം. ആ ജെന്യൂനായിട്ട് ഞാൻ ആ കാറ് കിട്ടിയാൽ ഞാൻ ഹാപ്പി ആയിരിക്കും. ആ കാറ് ഓടിക്കുമ്പോൾ എൻ്റെ ഫീല് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. കിട്ടും, ആ കാറ് വേണം. എന്തിനാ? എനിക്ക് ഈ ആൾക്കാരെ മുഴുവൻ കാണിച്ച് നടക്കാൻ. വൈബ്രേഷൻ കട്ടായോ? എനിക്ക് വേണ്ടിയല്ല, വേറൊരാളെ കാണിക്കാൻ വേണ്ടി നമ്മൾ കാറ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ അത് നടക്കില്ല. പക്ഷെ അത് നമ്മളുടെ പാഷനായിട്ട് നമുക്ക് ആ കാറിലിരുന്ന് ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷവും നമുക്ക് കിട്ടുന്ന അനുഭവവും വെച്ചാൽ പെട്ടെന്ന് അത് വാങ്ങാനുള്ള ക്യാഷ് ഒരു മാജിക്കലായിട്ട് നമ്മളിലേക്ക് എത്തും. ചിലർ പറയാറുണ്ട് ലവനെ കാണിക്കാൻ വേണ്ടി ഞാനിത് ചെയ്യാൻ പോകും. അത് പറഞ്ഞാൽ ശരിക്കും കട്ട് ഓഫ് അല്ലേ? നമ്മളായിട്ട് അതിനൊരു ബന്ധമില്ല. നമ്മളെ വൈബ്രേഷനും മണി വൈബ്രേഷനാണ് മാച്ച് ആവേണ്ടത്. അല്ലാണ്ട് വേറൊരാളെ കാണിച്ച് അതെന്ന് പറയുമ്പോൾ നമ്മളെ ആ ഒരു ശ്വാസം എടുക്കുമ്പോൾ തന്നെ ആ ഒരു ഫീൽ വരുമ്പോൾ നമ്മളെ ശ്വാസത്തിൽ തന്നെ ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാം. എന്നോട് ഒരാൾ പറഞ്ഞേ, ലോകത്തിൻ്റെ ജാതകപ്രകാരം, എൻ്റെ ജാതകപ്രകാരം ലോകത്തിൻ്റെ കയ്യിൽ അടുത്തൊരു വർഷത്തിനിടയിൽ ഒരു വലിയ എമൗണ്ട് വലിയൊരു എമൗണ്ട് കയ്യിൽ വരും. പക്ഷെ ഒരിക്കലും മനസ്സിൽ വിചാരിക്കരുത് ഈ പണം കിട്ടുമ്പോൾ എന്നാൽ കുറച്ച് പാവങ്ങളെ സഹായിച്ചേക്കാം എന്ന് വിചാരിക്കുന്നത്. കാരണം അവന് ആ പാവമായി ജനിക്കാനുണ്ടായ കാരണം ഒന്നാണ്, അത് താങ്കളെയും ബാധിക്കും. അതിനോട് യോജിക്കുന്നുണ്ടോ? അതെ, ഡെഫിനറ്റ് ആയിട്ടും. കാരണം ഈ എനർജി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്. നിങ്ങൾക്കും എനിക്കും ഈ ഇല്ലാത്തവനും ഉള്ളവനും എല്ലാവർക്കും ഒരേപോലെയാണ്. അതെങ്ങനെ ആൾ യൂസ് ചെയ്യുന്നുള്ളതിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനർജി ആർക്കും, അത് നീ നിൻ്റെ അടുത്ത് കൂടുതൽ കൊടുക്കുമ്പോൾ അവരെന്താ വരയ്ക്കുക, കിട്ടുമ്പോൾ അവൻ കുറേ കിട്ടുന്ന സമയത്ത് നല്ല മനസ്സൊന്നും ആയിരിക്കില്ല. എല്ലാവർക്കും അല്ല ഞാൻ പറയുന്നത്, കിട്ടി വരുമ്പോൾ അവന് മാത്രം കൂടുതലുണ്ടെന്ന് ആ ഒരു തോട്ട് പോലും നമുക്കത് നെഗറ്റീവ്. നമ്മൾ ഡിഫോൾട്ട് ഓപ്പണാ പറഞ്ഞില്ല, ആ ഒരു തോട്ട് പോലും നമുക്ക് അതൊരു പ്രാക്കായിട്ടോ കണ്ണേറായിട്ടോ വരാം. ഈ ലോട്ടറി ഒക്കെ എടുത്ത് വെച്ചിട്ട് പറയാറുണ്ട്, ഇത് അടിച്ചിട്ട് വേണം ഒരു 10 ലക്ഷം രൂപയ്ക്ക് പാവങ്ങൾക്ക് 2 വീട് വെച്ച് കൊടുക്കാൻ. അവൻ അടിക്കാറില്ല. ഇല്ല, ഒരിക്കലും അടിക്കില്ല. ദുഷ്ടന്മാർക്ക്, ആർക്കും കൊടുക്കാത്തവന്മാർക്ക് അത് അടിക്കുന്നത്. ദുഷ്ടന്മാരല്ല, അവരെ വൈബ്രേഷനും ഈ മണി വൈബ്രേഷനും മാച്ച് ആവേണ്ടതാണ് പറയേണ്ടത്. അല്ലാണ്ട് ദുഷ്ടന്മാരായിട്ടല്ല, ആരും ദുഷ്ടനല്ല. സാഹചര്യം നമ്മൾ അങ്ങനെ ആക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആകാശത്തോളം സ്വപ്നം കണ്ടാൽ മര അളവെങ്കിൽ ചിന്തിക്കും. എന്നാൽ പിന്നെ മര അളവ് കണ്ടുകൂടെ? ആകാശ അളവ് സ്വപ്നം കണ്ടാൽ അവിടെ തന്നെ നിൽക്കണം. ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ ഉണ്ടാവണം. ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിച്ചെടുക്കാൻ പറ്റൂ. അതിനുവേണ്ടി ഓടണം,
പ്രയത്നിക്കണം. പ്രയത്നിക്കൊന്നും വേണ്ട. നമ്മളത് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ആരെയും നോവിക്കരുത്. നമുക്ക് അതിൻ്റെ ഒരു പാഷനേറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും. നമ്മൾ തിരിച്ചറിയണം നമ്മൾ പണം അർഹിക്കുന്നു എന്നതിനേക്കാൾ ഉപരി പണത്തിനെ നമ്മൾ അർഹിക്കുന്നു എന്ന് കൂടി ചിന്തിക്കണം. അതെ, അതും ശരിയാ. പണത്തിന് തോന്നണം എൻ്റെ അടുത്ത് വരണം എന്ന്. കാരണം നമ്മൾ ഈ ചില ആളുകൾ നമ്മുടെ സൗഹൃദ വലയത്തിലൊക്കെ ചില ആളുകൾ വിചാരിക്കാറുണ്ട്, എന്നാലും ഇവന്റെ കയ്യിൽ എവിടെ നിന്നാണ് ഇത്രയും പണം വന്നേ, നമുക്ക് ഇത്രയും വരുമാനമുണ്ട്, അവനെക്കാട്ടി വരുമാനമുണ്ട്, പക്ഷെ നമ്മുടെ ആ പൈസ ഇല്ല. ഒരു ആവശ്യത്തിന് എടുത്ത് ചിലവാക്കാൻ 1 ലക്ഷം രൂപ വേണമെന്ന് പെട്ടെന്ന് നമ്മുടെ എടുക്കാൻ കാണില്ല. പക്ഷെ മറ്റവന് അത്രയും വരുമാനം ഉണ്ടാവില്ല, പക്ഷെ അവന്റെ ഉണ്ടാവും. അവനത് അട്രാക്ട് ചെയ്യുന്നുണ്ട്, നമ്മളത് അട്രാക്ട് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ മാതിരി ആ വൈബ്രേഷൻ. ഇപ്പോൾ നമ്മളടുത്തേക്ക് ഒരു ഗസ്റ്റ് വരിക, വന്നു ആദ്യ ദിവസം നമ്മൾ നന്നായിട്ട് അവനെ എന്താ പറയുക, അവനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് വിട്ടു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് ആ വീട് കാണുമ്പോൾ നമുക്ക് പോവാന്ന് തോന്നും, അല്ലേ? അല്ല, നമ്മൾ ആദ്യം തന്നെ വന്നപ്പോൾ ഇവൻ എന്ന് പറഞ്ഞേക്കുമ്പോൾ ആ വീട്ടിലേക്ക് നമുക്ക് പോകാൻ തോന്നും. അതും മണി വൈബ്രേഷനും മാച്ചാണ്. ഏതൊരു വൈബ്രേഷനും അങ്ങനെയാണ്. മണി വൈബ്രേഷൻ അതാ, എന്താണ് നിങ്ങൾ ചിലവാക്കുന്നത്, നിങ്ങൾ നല്ല കാര്യത്തിന് വേണ്ടി ചിലവാക്കി, അപ്പം നമുക്ക് ഇനിയും വേണം എന്ന് പറയുമ്പോൾ ആ മണി വൈബ്രേഷൻ അത് മനസ്സിലാക്കും. ഈ കിട്ടുന്നത് നല്ല രീതിക്കാണ്. ഞാൻ പറയുന്നത് നല്ല രീതിക്ക് ഉള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നല്ല, അവർ ആ മണീനോട് ആ റെസ്പെക്റ്റ് അവർ കാണിക്കുന്നുണ്ട്. ആ വൈബ്രേഷനോട് അത് വെച്ച് എന്ത് ചീത്ത കാര്യം ചെയ്താലും ആ മണീനോടുള്ള വൈബ്രേഷൻ അവരെ മാച്ച് കറക്റ്റ് ആവുന്നുണ്ട്. അതാണ് അവിടെ കൂടാനും ചില ആൾക്കാർക്ക് അത് ഇല്ലാതെ പോകാനും ഉള്ള റീസൺ. റേക്കി ഹീലിംഗ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? റേക്കി ഹീലിംഗ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം അത് ഞാൻ പ്രാക്ടീസ് ചെയ്യും, എൻ്റെ വെൽബീയിങ്ങിന് വേണ്ടി ഞാൻ പ്രാക്ടീസ് ചെയ്യുമെന്ന് ആദ്യം ഒരു മനസ്സുകൊണ്ട് ഒരു തീരുമാനം എടുക്കുക. എന്നിട്ടൊരു മാസ്റ്ററെ കണ്ടുപിടിക്കണം. അതെ, മാസ്റ്റർ കണ്ടുപിടിക്കണം. അതും ഇതൊരു നിയോഗമാണ്. ഞാൻ തന്നെ കുറേ മാസ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ എവിടെ നിന്നാണ് നമുക്ക് എടുക്കുന്നതെന്ന് പറയുമ്പം ആ ഒരു വൈബ്രേഷൻ, ഒരു വൈബ്രേഷൻ ആണല്ലോ നമ്മൾ തിരിച്ചു വാങ്ങുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വൈബ്രേഷണൽ കണക്ട് ആണ്. നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല, എല്ലാവർക്കും നമ്മൾ അതിൽ നിന്ന് എടുക്കാൻ പറ്റൂല. എല്ലാവരെയും നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് സാരം. അതെ, എല്ലാവരെയും നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ റേക്കി ഹീലിംഗ് പഠിക്കാൻ ആഗ്രഹിച്ച് മാഡത്തെ കോൺടാക്ട് ചെയ്യുന്നവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കും? കോൺടാക്ട് ചെയ്യുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഇത് പഠിപ്പിക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നുണ്ട്. എത്ര സ്റ്റേജുകളാണ് ഈ മാസ്റ്റർ ഹീലർ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. മാഡത്തെ മാസ്റ്റർ ഹീലർ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഈ കാറ്റഗറി പഠിപ്പിക്കുന്നവരുടെ കാറ്റഗറി? ഫസ്റ്റ് ഡിഗ്രി ഉണ്ട്, അത് നമുക്ക് സെൽഫ് ഹീലിംഗിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ബേസിക് ആയിട്ടല്ല. സെക്കൻഡ്, തേർഡ് എ, തേർഡ് ബി ഉണ്ട്. തേർഡ് ബി കഴിഞ്ഞിട്ടാണ് തേർഡ് എ. തേർഡ് ബി പറയുമ്പോൾ മാസ്റ്റർ ഹീലറാണ്. തേർഡ് എ മാസ്റ്റർ ടീച്ചർ. തേർഡ് എ എടുത്താലാണ് നമുക്ക് വേറൊരാൾക്ക് ആ ഒരു എനർജി പകർന്നു കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ 3 തരത്തിൽ ഉണ്ട്. ഇത് പഠിപ്പിക്കുന്നുണ്ടോ മാഡം? സെൽഫ് ഹീലിംഗ് അല്ലാണ്ട് ഒരു ട്രെയിനർ ആവാൻ വേണ്ടിയുള്ള കോഴ്സുകൾ എടുക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ മാഡത്തെ ബന്ധപ്പെട്ടാൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് എല്ലാത്തരം ആളുകൾക്കും പഠിക്കാം? ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് തോന്നണം, എനിക്കത് വേണം എന്ന് തോന്നണം, വിശ്വാസം വേണം. അവർ കണ്ടിന്യൂസ് ആയിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ റെഡിയോ ആവണം. ഈ എനർജി നമ്മളുടെ ഉള്ളിൽ ഉണ്ട്. പക്ഷെ വെറുതെ ഞാൻ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, ഒരു എനർജി കിട്ടി, അതിനെ നമ്മൾ കിട്ടി ആരൊക്കെയോ പറഞ്ഞു ഞാൻ എടുത്തു, അങ്ങനെ ആവരുത്. അത് നമ്മൾ ലൈഫ് ലോങ് അത് യൂസ് ചെയ്യണം. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്, ലവ് ആൻഡ് ലൈറ്റ് എനർജിയാണ്. ഇത് നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്നതിനെ കൊണ്ട് നമ്മുടെ സ്നേഹവും പ്രകാശവുമാണ് വർദ്ധിക്കുന്നത്. ആ ഒരു എനർജി നിങ്ങൾ എന്താ പറയുക, ലൈഫ് ലോങ് കൊണ്ട് നടക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ എടുക്കാതിരിക്കുന്നതാണ്. ചോക്കൂറെ എന്ന് പറയുന്നത് നമ്മൾ റേക്കിയിൽ തന്നെ സിമ്പിളാണ്. ചോക്കൂറേനെ പവർ എനർജൈസ് ചെയ്യുക, എല്ലാത്തിനെയും അതിൻ്റെ എനർജി ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിമ്പിളാണ് ചോക്കൂറെ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഉണ്ട് ചോക്കൂറെ. നമുക്ക് പവർ കൊടുക്കാനുള്ളതും ഉണ്ട്, വേണ്ടാത്ത പവർ എടുക്കാനുള്ളതും ഉണ്ട്. സ്പൈറൽ ചോക്കൂറെ 7 വരച്ച് 7 വളയങ്ങൾ. അതെ, സ്പൈറൽ ചോക്കൂറെ. അതാണ് പറയുന്നത്. അത് നമുക്ക് സ്പൈനൽ കോഡിന് നമ്മളെ നെട്ടൽ നിവർത്തി നിൽക്കാതൊക്കെ പറയില്ലേ, അത് നമ്മളെ ക്യാരക്ടറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിനെ ക്യൂർ ചെയ്യാൻ, അതിന്റെ പെയിൻ കാര്യങ്ങളൊക്കെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാനൊരു ചോദ്യം, അത് സാധാരണക്കാർക്ക് വേണ്ടി ചോദിക്കുന്നതാണ്, ഇതേക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് വേണ്ടി. എന്താണ് ചക്രാസ്? ചക്രാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയിൽ കുറേ എനർജി പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം ബേസിക്കലി നോക്കുകയാണെങ്കിൽ 7 എനർജി പോയിന്റ്സിനാണ് മെയിനായിട്ട് വെൽബീയിങ്ങിനായിട്ട് നമ്മൾ ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ ടോട്ടൽ വെൽബീയിങ്ങിന് നമ്മൾ എടുക്കുന്ന ഈ 7 ചക്രാസാണ്. അത് നമ്മളെ ബ്ലെസ്സിങ് ഇൻക്ലൂഡഡ് ആണ്, നമ്മളെ തോട്ട്സ് ഇൻക്ലൂഡഡ് ആണ്, നമ്മളെ കമ്മ്യൂണിക്കേഷൻ, നമ്മളെ റിലേഷൻഷിപ്പ്, നമ്മളെ കോൺഫിഡൻസ് ലെവൽ, നമ്മളെ സന്തോഷം, നമ്മളെ കരിയർ.
ഇതൊക്കെ ബന്ധപ്പെട്ട ഇത് എല്ലാം ഒരാൾക്ക് വേണം. ഇതിൽ ഏതെങ്കിലും ഒരു ചക്രാസ് നമ്മൾ പറയുന്ന ആ ഒരു പോയിന്റ്, എനർജി പോയിന്റ് ലോ ആകുമ്പോൾ അല്ലെങ്കിൽ അത് ബ്ലോക്ക് ആകുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഓരോരോ പ്രശ്നങ്ങളായിട്ട് നമുക്ക് വന്നു തുടങ്ങുന്നത്. അപ്പം ഈ എനർജി എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ബ്ലോക്കായി കിടക്കുന്നതിന് അതിനെ മാറ്റിയിട്ട് അതിലേക്ക് വേണ്ട എനർജി ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആക്റ്റീവായിട്ട് നമുക്ക് തന്നെ ചേഞ്ചസ് ഫീൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഈ ഇന്ന ചക്രയാണ് പ്രശ്നമായി കിടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുക? അത് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പെൻഡുലം യൂസ് ചെയ്യാറുണ്ട്. സ്കാനിങ് നമുക്ക് ഒരു മെത്തേഡ് ഉണ്ട്, അത് ഫോട്ടോ വെച്ചിട്ടുള്ള സ്കാനിങ്ങും ഉണ്ട്. അല്ലാതെ നമുക്ക് സ്കാനിങ് മെത്തേഡ്സ് ഉണ്ട്. പഠിപ്പിലേക്ക് 2nd ഡിഗ്രിയിൽ പഠിപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ ചെയ്യാം. പലരും പല വിധത്തിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാം ഒരേ രീതിക്ക് തന്നെ, മാക്സിമം എല്ലാം ഒരേ രീതിക്ക് തന്നെയാണ് വരിക. പിന്നെ ചെയ്യുന്ന ആളുടെ ഇൻറ്റൻഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ചെയ്യുന്ന ആൾക്കാരുടെ ഇൻറ്റൻഷൻ, നമ്മുടെ ലവ് ആൻഡ് ലൈറ്റ് എനർജിയാണ്. നമ്മളുടെ ഉള്ളിൽ എത്രത്തോളം ആ സ്നേഹവും സന്തോഷവും ഉണ്ടോ അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക, അല്ലേ? ആ ഒരു എനർജിയാണ് നമുക്ക് കൂടുതൽ ആൾക്കാർക്കായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വിചാരിക്കണം, ഓക്കെ അവർക്ക് നല്ലത് നടക്കണം എന്നുള്ളൊരു തോട്ടിൽ. ആരും അങ്ങനെ ചെയ്യില്ല എന്നല്ല പറയുന്നത്. നേരത്തെ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ആ എനർജിയെ നമുക്ക് വേറെ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് നമുക്ക് ആർക്കും ദ്രോഹം ചെയ്യാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ നമുക്ക് പ്രേമവും പ്രകാശവും കൊടുക്കാം. നമുക്ക് വൈബ്രേഷൻ മാച്ച് ആണെങ്കിൽ അത് സെറ്റ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ അവരെ പണി നോക്കി പോകും. ചിലരൊക്കെ മണി മോട്ടീവായിട്ട് മാത്രം ചെയ്യുന്നവരെയൊക്കെ എനിക്കറിയാം. പൈസ മാത്രമാണ് അവർ. അതല്ലല്ലോ, ഒരു റൈക്കി ഹീലിങ്ങിന് സാധാരണ ഇതിൽ എത്ര സമയം എടുക്കും ഒരു സെഷന് വേണ്ടിയിട്ട്? ഒരു അരമണിക്കൂർ എന്തായാലും എടുക്കും. പിന്നെ 1 മണിക്കൂർ നമ്മൾ ക്ലെൻസിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ 1 മണിക്കൂർ എടുക്കും. ഓക്കെ. ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണോ? കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ്ലി ഒന്നുമല്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ എനർജി തന്നെ ആയതുകൊണ്ട് നമ്മളൊരു 10 രൂപേൻ്റെ കമ്മൽ വാങ്ങി വെക്കുന്നതും ഒരു വൈരത്തിൻ്റെ കമ്മൽ വാങ്ങി വെക്കുന്നതും ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മൈൻഡ് സെറ്റിൽ ഒരു വ്യത്യാസമുണ്ട്, അല്ലേ? 10 രൂപേൻ്റെ കമ്മൽ കണ്ട ആ കിടന്നോട്ടെ വെച്ച് പോകും. പക്ഷെ നമ്മളത് ആ ഒരു രീതിയിൽ സ്വീകരിക്കണം. നമുക്ക് ആ ഒരു സ്വീകരണ ശേഷിയാണ് വേണ്ടത്. ചെയ്യുന്ന ആൾ തൃപ്തിപ്പെടണം. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തി വേണം. നമുക്ക് ഞാൻ തരുന്നുണ്ട്. എൻ്റെ അടുത്ത് കുറേ പേരുണ്ട്, ഞാനത് തരുന്നുണ്ട് പക്ഷെ അതിനുള്ള ഇതൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്ന് ചിലപ്പോൾ ഒരു 3 ദിവസത്തെ ഹീലിങ്ങിന് ശേഷം തന്നെ പറഞ്ഞു തുടങ്ങും. അത് വെച്ചാൽ അവർ സ്പെൻഡ് ചെയ്യുന്ന മണിയിലാണ് അവരെ കോൺസെൻട്രേഷൻ. ഈ എനർജിയിൽ അവർക്ക് ട്രസ്റ്റ് കുറവാണ്. അങ്ങനത്തെ ആൾക്കാരോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യം, ബെറ്റർ വരാതിരിക്കുന്നതല്ല. ഇതിന് വരുമ്പം ടോട്ടലി ഞാൻ ഈ എനർജി, റേക്കി എനർജി, യൂണിവേഴ്സൽ എനർജി ടോട്ടലി സറണ്ടർ ചെയ്യുന്നു. എന്നിലേക്ക് നല്ലത് ഞാൻ തുറന്നു കൊടുക്കണം. നമ്മൾ വാല് പൂട്ടിയിട്ടിട്ട് എന്നെ നന്നാക്കൂ എന്നല്ല, വാല് തുറന്നിട്ടിട്ട് എന്നെ നന്നാക്കാനുള്ള എനർജി വരൂ എന്ന് പറഞ്ഞ് മനസ്സുകൊണ്ട് നമ്മൾ തുറന്നു പറഞ്ഞാൽ മാത്രമേ ആ എനർജിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. റേക്കി ഹീലിംഗ് സമയമെടുത്ത് മാത്രം ഹീൽ ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ്. ഒരു ദിവസം കൊണ്ട് അത്ഭുതങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഒരു ദിവസം കൊണ്ട് അത്ഭുതം ഉണ്ടാക്കാൻ പറ്റില്ല. റേക്കിയിൽ നമുക്ക് 5 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഫോർ ടുഡേ എനിക്ക് ഞാൻ ഹാപ്പി ആയിരിക്കും. ജസ്റ്റ് ഫോർ ടുഡേ ഞാൻ വറി ചെയ്യില്ല. ജസ്റ്റ് ഫോർ ടുഡേ. അപ്പോൾ ഓരോന്നും എന്താ പറയുക, നമുക്കൊരു മെത്തേഡോട് കൂടിയിട്ടാണ് അത് പോകുന്നത്. ഓൾ ഓഫ് എ സഡൻ ഒരു മിറക്കിളോ അല്ലെങ്കിൽ ഒരു സ്വിച്ച് ഇട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു മെത്തേഡല്ല. പക്ഷേ ഹീലിംഗ് നമുക്ക് ട്രസ്റ്റോട് കൂടി വൺസ് എടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഹെൽത്ത് ഇഷ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹെൽത്ത് ഇഷ്യൂന്നൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് വന്നിട്ടില്ല. എനിക്കൊക്കെ അറിയാം, ടെന്നീസ് എൽബോ വെച്ചൊരു ഡോക്ടർ എൻ്റെ അടുത്ത് ഹീലിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് സർജറീസൊക്കെ അവരിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് തീരെ പറ്റാഞ്ഞിട്ട് സർജറിയാണ് പറഞ്ഞത് കൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ 3 മാസം, അന്ന് ഞാനൊരു ബിഗിനറായിരുന്നു, 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് സാറിന് ഹീലിംഗ് ഒക്കെ ചെയ്തു കൊടുത്തു. പക്ഷെ അന്നതിന് ശേഷം ഇന്ന് 15 കൊല്ലമായി ഇതുവരെ സാർ സർജറി ചെയ്തിട്ടില്ല. അപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നോർമലി നമ്മളൊക്കെ പഠിച്ചത് ടെന്നീസ് എൽബോ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചും വരാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷെ ആ ഡോക്ടർക്ക് ഇന്നേ വരെ തിരിച്ച് ടെന്നീസ് എൽബോ വന്നിട്ടില്ല. ഹോമിയോ മരുന്ന് പോലെയാണ്. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് മാറും, ഹോമിയോ മരുന്ന് പതുക്കെ മാറും, പിന്നെ അത് വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഹോമിയോ അതൊരു കെമിക്കലാണല്ലോ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു എന്താ പറയുക, എന്താ ശരിക്കും ഇതിന്റെ സയൻസ് ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ ഇത് റൂട്ട് കോസ് പോയിട്ടാണ് ഹീൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കിപ്പോ ഒരു പെയിൻ ആണ്, ഇപ്പം മുട്ടുവേദന, ഫോർ എക്സാമ്പിൾ മുട്ടുവേദന എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും എന്തായാലും മാറൂല. ഈ മുട്ടുവേദന വന്നതിനൊരു റീസൺ ഉണ്ട്. ഈ ജോയിൻറ്റ് പെയിൻസ് വന്ന് നമ്മൾ ഇമോഷണൽ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ഇമോഷൻസ് ഒന്നും അവിടെ ഒന്നും ചെയ്യാണ്ട് നമ്മൾ ഇത് വേദന മാറ്റാന്ന് പറയുന്നത് ഒരു മിറക്കിളല്ല. പക്ഷേ അതിന് ടൈം എടുത്തിട്ട് പതുക്കെ അതിന് ഇമോഷൻസ്, നമ്മൾ ഏത് ഇമോഷനാണ് നമ്മൾ ഈ മുട്ടുവേദനയ്ക്ക് കാര്യമായ ആ ഇമോഷൻസിനെ ഹീൽ ചെയ്യുക. ആ ഹീൽ ചെയ്ത് പതുക്കെ വരുമ്പോൾ അതൊക്കെ ഹീലായി കഴിഞ്ഞാൽ ഈ പെയിന് തന്നെ മാറും. ഇതിലോട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് എല്ലാം വരാൻ ഒരു കാരണമുണ്ടെന്ന് പറഞ്ഞല്ലോ. വരാൻ കാരണമായതിനെയാണ് നമ്മൾ ഹീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അതൊരു ഇൻ്റലിജൻ്റ് എനർജിയാണ്, തെറ്റില്ല.
നമ്മൾ അതിൽ തെറ്റിപ്പോവുമോ നമ്മൾ ചെയ്താലെന്ന് തോന്നൽ വേണ്ട. ഒരിക്കലും അത് തെറ്റില്ല. അതിനെ കൊണ്ട് നമുക്ക് നല്ലതല്ലാണ്ട് ഒരു ദ്രോഹവും ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു അയൽക്കാരനെ വിഷമിപ്പിക്കാം എന്ന് ഒരിക്കലും ഈ എനർജി കൊണ്ട് അവരെ നന്നാക്കാം. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ നന്നാക്കാം, അവർക്ക് ഹാപ്പിനെസ് കൊടുക്കാം, അവർക്ക് നല്ലത് വരുത്താന്നല്ലാണ്ട് അവരൊരിക്കലും ഒരു വിധത്തിലും നമുക്ക് ദ്രോഹിക്കാൻ പറ്റില്ല. ടാരോ കാർഡ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. റേക്കിയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്കറിയില്ല. ഓരോരുത്തർക്കും ഓരോ നല്ല കംഫർട്ടബിൾ. എനിക്ക് ഈ ഏരിയ ഭയങ്കര കംഫർട്ടബിളാണ്. സോ ഞാൻ ഇതിൽ തന്നെ എനിക്ക് മാറ്റാൻ പറ്റാത്തതായിട്ട് ഇതുവരെ വന്ന കേസസ് ഒക്കെ ദൈവം സഹായിച്ച് എല്ലാം ഞാൻ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഞാനല്ല ചെയ്യുന്ന, എനർജി എന്നിലൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കുറേ അങ്ങനെ പഠിക്കാൻ, ആത്മാക്കളുമായിട്ടൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു നിയോഗമായി കാണുന്നുണ്ട്, ഒരു സിദ്ധി നിയോഗം. സത്യമായിട്ടും എനിക്കത് തോന്നാറുണ്ട്. കാരണം എനിക്കത് പഠിപ്പിച്ചു തന്നതും എൻ്റെ ഇൻറ്റ്യൂഷൻസ് ആണ്. എന്നോടത് വേറെ കൊടുക്കണ്ട പറയുന്ന ഇൻറ്റ്യൂഷൻ ആവുന്ന സമയത്ത് മേ ബി നിയോഗം ഉണ്ടാവുമായിരിക്കും. കുറേ പേര് ഇപ്പോൾ എന്നിലേക്ക് ഒരാൾ എത്തുന്നു, അതിനൊരു സൊല്യൂഷൻ തേടി എത്തുന്നു പറയുമ്പം അതിന് ഞാൻ നിയോഗപ്പെട്ട ആളായെങ്കിൽ മാത്രമല്ലേ അത് നടക്കും. കയ്യിലൂടെ എനർജി പാസ് ചെയ്യുന്നുണ്ട്. കണ്ണുകളുടെ പവറൊക്കെ ഈ ആത്മാക്കളെ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? ഞാൻ മെഡിറ്റേഷനിലാണ് കണ്ണടച്ചിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. ഞാൻ അങ്ങനെ കണ്ണ് തുറന്നിട്ട് അങ്ങനെ ഞാൻ ചെയ്യാറില്ല. ശരി. എന്തായാലും റേക്കി പഠിക്കാൻ താല്പര്യമുള്ളവർ, സ്വയം ഹീലിംഗ് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ മേഡത്തിൻ്റെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു.